ഒരു ഇംഗ്ലീഷ്. അപ്പൊ എന്താ അറിയേണ്ടത് പറ. അപ്പോ പ്ലസ് കഴിഞ്ഞിട്ട് ടീം എഴുതി നിൽക്കും. അപ്പൊ റിപ്പീറ്റ് ചെയ്യണോ അതോ വേണ്ടയോന്നുള്ള സംശയത്തിലാണ്. അല്ല, എന്റെ എല്ലാ വീഡിയോയിലും ടീമില് മോനെ, എന്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, മോന്റെ സംശയം റിപ്പീറ്റ് ചെയ്യണോന്നല്ലേ. എന്റെ വീഡിയോയിലൊക്കെ ഞാൻ എന്താ പറയാറ്, റിപ്പീറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്നല്ലേ. ഒരു ദിവസം എന്നെ വിളിക്കുന്ന ഒരു 10-15 പേരില് 15 പേരും റിപ്പീറ്റ് ചെയ്തിട്ട് ടൈം വേസ്റ്റ് ചെയ്തവരാണ്. വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ കാണുന്നത്. ഇനി വളരെ സ്പെസിഫിക് ആയിട്ട് ഈ ഒരു സംശയം ഉള്ളതുകൊണ്ടാണല്ലോ ചോദിക്കണത്. അപ്പൊ ഈ സംശയം ഇല്ലാണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്താൽ എനിക്ക് എന്തായാലും കിട്ടുന്ന ഉറപ്പുള്ള ഒരാൾ ഇത് ചോദിക്കാൻ നിൽക്കൂല. അപ്പൊ അവരപ്പം തന്നെ റിപ്പീറ്റ് ചെയ്യും. ഈ സംശയം വരുമ്പോൾ ചോദിക്കുന്നതിന് അർത്ഥം എന്താ വെച്ചാൽ അവനവന് തന്നെ സംശയം ഉണ്ട്, എന്തായാലും വലിയ കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഓക്കെ. പിന്നെ ഇന്ന് ഞാനിപ്പോ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഏത് സബ്ജക്റ്റാ ഇഷ്ടം മോനെ? ഗവൺമെന്റ് ജോലിക്കൊന്നും അല്ലല്ലോ തപ്പണത്. ഇത് കഴിഞ്ഞ വല്ല MNC കമ്പനിയോ അങ്ങനെയൊക്കെയല്ലേ നോക്കേ. ഞാനിപ്പതാ ശ്രീലങ്കയിലേക്ക് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച അവിടെയായിരുന്നു. ഞാൻ കേരളത്തിലൊന്നും അങ്ങനെ ഒരു നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ടും കണ്ടിട്ടില്ല. അവരുടെ ട്വിൻ ഡിഗ്രി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ UK-ലും പഠിക്കാം പാരലലി. നല്ല ഫ്രണ്ട്സ് ഒരു 3-4 പേരുണ്ട്, നിങ്ങൾ എല്ലാവരും കൂടി കമ്പൈൻഡ് ആയിട്ടാണ് അവിടെ പോയി പഠിക്കണമെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് തന്നെ വലിയ 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 ഹോപ്പോട് കൂടിയുള്ള വലിയ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെ കേരളത്തിലൊന്നും കണ്ടിട്ടില്ല. അമേരിക്കൻ്റെ വൈസ് ചാൻസലർ ഞാൻ പോയ ദിവസം അവിടെ ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയ ആയിട്ട് ടൈപ്പ് ഉണ്ട്, UK ആയിട്ട് ടൈപ്പ് ഉണ്ട്. അങ്ങനെ ഒരു കോളേജെങ്കിലും കേരളത്തിൽ കാണിക്കാൻ പറ്റുമോ? അതേ പറയണേ. ഇപ്പൊ അങ്ങനെ തൊട്ടടുത്തുള്ള രാജ്യത്ത്, ഇപ്പൊ നാട്ടിൽ നിന്ന് പിന്നെ ചെന്നൈയിൽ നിന്ന് അത്രേ ഉള്ളൂ, 1.5 മണിക്കൂർ ഫ്ലൈറ്റ് കൊണ്ട് ശ്രീലങ്കയിലെത്തും. എഫോർഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയൊക്കെ പഠിക്കാം. ഇനി വീട്ടിൽ തന്നെ ആണെങ്കിൽ തൊട്ടടുത്ത് വീട്ടിൽ ഉള്ള കോളേജിൽ പോകണമെന്നാണ് ഞാൻ പറയാം. നിങ്ങൾക്ക് MHRD അവിടെ അടുത്താണോ? വടക്കഞ്ചേരി. അങ്ങനെ വല്ല കോളേജും ഉണ്ട്, ഗവൺമെന്റ് കോളേജ് വല്ലതും ഉണ്ടെങ്കിൽ പോവാം. പ്രൈവറ്റിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ചിലവാകുന്ന കാശ് കൊണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗുണം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഏത് വിഷയം പഠിക്കാൻ താല്പര്യം മോനെ? ഞാൻ പോയിട്ടുള്ള കോളേജാണ്, അത്ര നല്ല കോളേജൊന്നും അല്ലത്. അവസാനത്തെ ഓപ്ഷനിൽ ഒന്നിനും കൊള്ളാത്ത പലരും എത്തിപ്പെടുന്നൊരു കോളേജാണ്. അതുകൊണ്ട് ഈ ബാച്ച് എങ്ങനെയാവണമെന്ന് ഞാൻ പറയുന്നില്ല. നമ്പർ 1, ഏതെങ്കിലും ആൾക്കാർ ആ നാട്ടുകാരനല്ലാത്ത ഒരാൾ അവിടെ പോയിട്ട് താമസിച്ച് പഠിപ്പിക്കാൻ ശ്രമിക്കുമോ? അപ്പൊ നല്ല മാഷന്മാർ പോവില്ല. എനിക്കൊരു ജോലി കിട്ടിയാൽ ഞാൻ ചെന്നൈയിലോ മദ്രാസിലോ ബാംഗ്ലൂരോ ഹൈദരാബാദിലോ അല്ലാണ്ട് വയനാട് പോയിട്ട് ഞാൻ പഠിപ്പിക്കാൻ നിൽക്കുമോ? അതുകൊണ്ടാണ്. അപ്പോൾ നല്ല നല്ല ഫാക്കൽറ്റി, നല്ല അറിവുള്ളവർ അത്തരം കോളേജുകളിലൊക്കെ ഇല്ലാത്തതിന് കാരണം അതല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് ഫെസിലിറ്റി കൊടുക്കാൻ പറ്റണം. അതില്ല അവിടെ. അത് വയനാട്ടിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്, കേരളത്തിലെ പല കോളേജുകളും ഇല്ല. എക്സെപ്റ്റ് ഞാൻ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോട്ടയം, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ, അങ്ങനെ 1-2 കോളേജുകൾ. ഇപ്പം നേരത്തെ വിളിച്ചൊരു കുട്ടി സെയിൻറ്റ് കിറ്റ്സ് കിട്ടിയാൽ പോകണമെന്ന് ചോദിച്ചു. ഞാൻ പോയിട്ടുണ്ട്, നല്ല ക്യാമ്പസാണ്, ടോട്ടലി പ്രൈവറ്റാണ്. അവർ ഫെലോഷിപ്പ് കൊടുക്കുമെന്ന് പറഞ്ഞു. അതിനോട് എനിക്കൊന്നും പറയാനില്ല. കാരണം വെച്ചാൽ പ്രൈവറ്റുകാരൻ ഫെലോഷിപ്പ് കൊടുക്കുന്നത് കുട്ടികളെ നന്നാക്കാനൊന്നും അല്ലല്ലോ. അപ്പോൾ കൂട്ടി പറഞ്ഞിട്ട് പിന്നെ 20% റിഡക്ഷൻ എന്ന് പറയുന്ന കച്ചവടക്കാരെ പോലെയല്ലേ. അപ്പോൾ അത്രേ അർത്ഥമുള്ളൂ. അല്ല, കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ കച്ചവടം ചെയ്യുന്നവനല്ലല്ലോ മോനെ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയില്ല, എൻ്റെ അടുത്തേക്ക് വാന്ന് ഞാൻ പറയില്ല. ഞാൻ അങ്ങനെ പറയാറില്ല ആരോടും. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഇവാലുവേറ്റ് ചെയ്ത് ഏതാണ് നല്ലതെന്ന് നോക്കി. പക്ഷെ അത് കുറേ ആൾക്കാരോട് ചോദിച്ചിട്ടല്ല.
നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ആലോചിക്കുക ഏതാ നല്ലത്. മിക്കവാറും കോളേജുകളിൽ പിള്ളേർ ഉഴപ്പലാണ്, നമ്പർ 1. നമ്പർ 2, നല്ല ഫാക്കൽറ്റി ഉണ്ടാവില്ല അല്ലേ. ഇപ്പം ഞാനിപ്പോൾ പോയ ശ്രീലങ്കയിലെ കോളേജിൻ്റെ ഞാൻ സംസാരിച്ച ആളെന്ന് പറഞ്ഞാൽ നേവിയുടെ ശ്രീലങ്കേൻ്റെ ചീഫായിരുന്നു. അത് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിൽ ഹൈക്കമ്മീഷണറാണ് 2 ടേം. അയാളാണ് കോളേജിൽ ചീഫായിട്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും കോളേജ്? അതുപോലെ. അപ്പോൾ അതിൻ്റെ വിവരവും അതിൻ്റെ സ്റ്റാൻഡേർഡും ഒക്കെ ഉണ്ടാവും. ഇപ്പം ഞാനിപ്പോൾ പല കോളേജിലും പോയിട്ടുണ്ട്. ഞാൻ പോയ കോളേജിലും ആ കോളേജിൽ കിട്ടിയ പോലെ ഒരു റിസപ്ഷനോ ആ കോളേജിൽ കിട്ടിയ പോലെ ഒരു ഫീലിങ്ങോ ആംബിയൻസോ സമയമോ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല ബാക്കി പല സ്ഥലത്തും. അവരിങ്ങനെ ഒരു ചറപറ പരിപാടി നടത്തുന്ന പോലെ നടത്തി എന്നല്ലാണ്ട് ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടിയില്ല. ചിലപ്പോൾ നമ്മൾ എബ്രോഡിൽ നിന്ന് പോകുന്നതുകൊണ്ടായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എബ്രോഡിൽ നിന്ന് പോകുന്നവരല്ലേ, അതുകൊണ്ടായിരിക്കാം. പക്ഷെ നല്ല അവിടെ മറൈൻ എഞ്ചിനീയറിംഗ് ആണ് അവരുടെ സ്പെഷ്യലൈസേഷൻ. അതിനകത്ത് കാഡറ്റ്സ് ഒക്കെ പോകുന്ന കണ്ടാൽ ആ വെബ്സൈറ്റ് ഒന്ന് നോക്ക്. അതുപോലെ പിന്നെ വയനാട് എഞ്ചിനീയറിംഗ് കോളേജിന്റെ വെബ്സൈറ്റ് ഒന്ന് നോക്കുക. അങ്ങനെയല്ലേ നമ്മൾ അറിയാം. പിന്നെ അവരുമായിട്ട് നേരിട്ട് സംസാരിക്കാനുള്ളതാണ് നാളെ കിട്ടുന്ന ഒരു ഓപ്ഷൻ, അത് ഉപയോഗിക്കാം. അപ്പോൾ അത് നോക്കാം, കിട്ടുന്ന കുറേ ഫ്രണ്ട്സിനോട് പറയാം. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. ഒറ്റപ്പെട്ടു എന്നുള്ളത് തോന്നലുണ്ടാവുമല്ലേ കുറച്ച് ദൂരെ പോകുമ്പോൾ, അതുണ്ടാവരുത്. പിന്നെ അവനവൻ തീരുമാനിക്കുക, കുറേ ചോദ്യങ്ങൾ ഉണ്ടാക്കുക. അത് ആ വെബ്സൈറ്റൊക്കെ കാണുമ്പോൾ കുറേ ചോദ്യങ്ങൾ വരും, അതൊക്കെ എഴുതി വെച്ച് കൃത്യമായിട്ട് ചോദിക്കാം. നിങ്ങളുടെ ലാംഗ്വേജ് സ്കിൽ വിൽ ഇംപ്രൂവ്. യു ഹാവ് ടു ഇംപ്രൂവ് യുവർ ലാംഗ്വേജ് സ്കിൽ, ടെക്നിക്കൽ സ്കിൽ, പ്രൊഫഷണൽ ആവണം എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് വേണ്ടത്. അതൊക്കെ ആയിക്കഴിഞ്ഞാൽ ബിടെക് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ആ പ്രൊഫഷണൽ സ്കില്ലും കൂടി ഏറ്റെടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ പ്രൈവറ്റില് ചേരുന്നത് മതി. സാധാരണ പക്ഷെ എന്താ പറ്റുക വെച്ചാൽ ഈ പ്രൈവറ്റ് കോളേജിലൊക്കെ ഇപ്പം ഏതെങ്കിലും ഒരു സ്ഥലത്ത് പഠിപ്പിക്കുന്ന ഒരാൾക്ക് കുറച്ച് വേറൊരു നല്ല കോളേജ് കിട്ടുമ്പോൾ അങ്ങോട്ട് ചാടൂല. പിന്നെ ഈ പഠിപ്പിക്കാൻ പോകുന്നവരൊക്കെ മിക്കവാറും എക്സ്പീരിയൻസ് ഇല്ലാത്തവരായിരിക്കും. ബിടെക് പഠിച്ച് എംടെക് പഠിച്ച് പാസ്സായവരാണ്. അതിൽ അവർക്ക് ഗവൺമെൻറ് ജോലി കിട്ടി അവരെന്തായാലും അങ്ങോട്ട് പോകും. ഗവൺമെൻറ് കിട്ടാത്തതുകൊണ്ടല്ലേ പ്രൈവറ്റ് പഠിപ്പിക്കാൻ പോകും. പിന്നെ ചില കോളേജുകൾ ഓട്ടോണമസ് ആണ്, യൂണിവേഴ്സിറ്റി ആണ്, അവർക്ക് സ്പെഷ്യൽ പ്രോജക്റ്റ്. ഇപ്പം ഞാനിപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിപ്പിച്ചിരുന്നത്. കോവിഡ് കാലത്തൊക്കെ വീട്ടിലിരുന്നിട്ട് ഓൺലൈനായിട്ട് പഠിപ്പിക്കാമെന്ന് വെച്ചിട്ടൊരു യൂണിവേഴ്സിറ്റിയിലാണ് പഠിപ്പിച്ചത്. പക്ഷെ ഞാൻ തന്നെ പറയാം, വേറെ എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ പോയിക്കോന്നു. മനസ്സിലായി? കാരണം നമ്മൾ ആ കുട്ടികളെ കാണുമ്പോൾ നമുക്ക് ഏകദേശം എവിടെ ഫിസാറ്റൊക്കെ നല്ല കോളേജാണ്, മോശമില്ലാത്തൊരു കോളേജാണ്. ഇപ്പം ഞാൻ അതുപോലെ നിങ്ങളുടെ പാലക്കാട് നിന്ന് തൊട്ടപ്പുറത്തല്ല നെഹ്റുവിൽ ഞാൻ ചീഫ് ഗസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജ്. അപ്പം അവരൊക്കെ കുറേ കോളേജുകൾ, കുറേ കുട്ടികളും കുറേ ഉണ്ട്. ഇതിപ്പോൾ തുണിക്കടയിൽ പോയാൽ ഏത് തുണി എടുക്കേണ്ടത് നിൽക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുത്തോന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അതുപോലെയാണ്. അപ്പം അതിനല്ല ഗുണം. നമ്മൾ പഠിക്കുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ബെനിഫിറ്റ് കൂടുതലും കുറവ് കിട്ടുക. വലിയ പങ്കുണ്ടാവില്ല എഞ്ചിനീയറിംഗിലൊക്കെ പഠിക്കുമ്പോൾ. നല്ല പ്രോജക്റ്റുകളൊക്കെ തരുന്ന നല്ല കോളേജുകൾ, കുറേ ടൈപ്പ് ഉള്ള കോളേജ്. ഇപ്പം മിക്കവാറും കോളേജിൽ ലാസ്റ്റ് ഇയർ എത്തുമ്പോൾ അവർ ചോദിക്കും ഇസ്രോയിൽ പ്രോജക്റ്റ് ചെയ്യാൻ പറ്റുമോ. അപ്പം ഞാൻ അവർ ചോദിക്കും നിങ്ങൾ ഇസ്രോയിൽ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ, എന്നെ വിളിച്ചിട്ടുണ്ടോ അവിടെ ക്ലാസ് എടുക്കാൻ നിങ്ങളുടെ കോളേജിൽ. അപ്പോൾ അങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോഴാണ് ആ സ്ഥലത്തൊക്കെ അവർക്ക്. ഇപ്പം ഞാൻ ഇസ്രോയിലുള്ള സമയത്ത് ഞാൻ വിട്ടിട്ട് കുറേ കൊല്ലമായി. ഞാൻ കുറേ കുട്ടികൾക്ക് പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ കോളേജിൽ പോവും, ആ കോളേജിൻ്റെ ബെനിഫിറ്റ് നമ്മൾ അറിയും. കുറച്ച് പേരൊക്കെ നല്ല സ്റ്റുഡൻസ് ഉണ്ടാകുമ്പോൾ ശരി, അവർ ചോദിക്കുന്ന ചോദ്യം അനുസരിച്ചിട്ട് നമുക്കറിയാം ഈ കുട്ടികൾക്ക് സ്റ്റാൻഡേർഡ് ഉണ്ടെന്ന്. ഈ ഇന്റേൺഷിപ്പൊക്കെ ചെയ്യുന്നത് ഒരു സ്ഥലത്തല്ല, കുറേ ഇന്റേൺഷിപ്പ് ചെയ്യണം. ആ ഇന്റേൺഷിപ്പിനൊന്നും കേരളത്തിൽ ഓപ്ഷൻസ് ഇല്ല, അതാണ് പ്രശ്നം. മനസ്സിലായ? നല്ല കോളേജ് എന്ന് പറഞ്ഞാൽ നല്ല ഇന്റേൺഷിപ്പാണ്, കുറേ സ്ഥലത്ത് പ്രോജക്റ്റ് ചെയ്യാൻ പറ്റണം. ഇപ്പം കോഴിക്കോടൊരു ഹോട്ടൽ മാനേജ്മെന്റിന്റെ കോളേജ് ഉണ്ടായിരുന്നു. അയാൾ ക്ലാസ് ഒന്നും എടുക്കലില്ല, എല്ലാ കുട്ടികളെയും രാവിലെ പഠിപ്പിക്കും, ഉച്ചയ്ക്ക് ശേഷം ഹോട്ടലിൽ പറഞ്ഞേക്കും പണിക്ക്. അതാണ് ഇന്റേൺഷിപ്പ്, എല്ലാ ദിവസവും പ്രാക്ടിക്കലാണ്. ഞാൻ ആ കുട്ടികളെയൊക്കെ ദുബായി പോയപ്പോൾ പല ഹോട്ടലുകളിലും കണ്ടിട്ടുണ്ട് ജോലി ചെയ്യുന്നത്.
അപ്പോൾ അവർക്ക് നല്ല എക്സ്പോഷർ കിട്ടി, അവർ പ്രാക്ടിക്കലായി. ഇപ്പം ഞാൻ നാളെ ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റിലാണ് ഫുൾ ഡേ ക്ലാസ്. അതുകൊണ്ടാണ് മോനിപ്പോൾ വിളിച്ചപ്പോൾ ഇപ്പം തന്നെ ചേരാൻ പറഞ്ഞത്. നാളെ ഹോട്ടൽ മാനേജ്മെൻറ്റിൽ ടീച്ചേഴ്സിനെ പഠിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്തില്ലെങ്കിൽ പ്രൊഫഷണൽ കാര്യങ്ങൾക്കൊന്നും ഗുണമില്ല. അങ്ങനെ പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന സ്ഥലമില്ല. കുറേ കമ്പനികളെ വിളിച്ച് റിക്രൂട്ട്മെൻറ്റ് നടത്തുമായിരിക്കും. കുറേ പേരൊക്കെ, ഒരു 1000 പേരുണ്ടെങ്കിൽ അതിൽ 100 പേർക്ക് ജോലി കിട്ടും, 100 പേരുണ്ടെങ്കിൽ ഒരാൾക്ക് ജോലി കിട്ടും, അത്രയല്ലേ കിട്ടുള്ളൂ. അതുകൊണ്ട് കോളേജ് നമുക്ക് പ്ലേസ്മെൻറ്റ് തരുന്നുണ്ടെന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഞാൻ എൻ്റെ ചില വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയുള്ള കള്ളത്തരം നടത്തുന്ന കുറേ കോളേജുണ്ട്. അവർ IAS ആൾക്കാരും IES ആൾക്കാരും നേവിയും എയർഫോഴ്സും ആർമിയും ഒന്നും വന്നിട്ട് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നില്ല കോളേജിൽ. പോലീസിലേക്ക് ആളെ എടുക്കാൻ കോളേജിൽ വന്നിട്ട് ആൾക്കാരെടുക്കും. പ്രൈവറ്റ് കമ്പനികളിലേക്കല്ലേ എടുക്കുള്ളൂ. അത് നിങ്ങൾ നേരെ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ കിട്ടും. മനസ്സിലായോ? അപ്പം നല്ല കഴിവുള്ള കുട്ടികൾക്ക് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. കഴിവില്ലാത്ത കുട്ടികൾക്ക് കോളേജിൻ്റെ ഗുണം കൊണ്ട് ജോലി കിട്ടിയിട്ട് കാര്യമില്ല. അവർ പുറത്താക്കും കുറച്ചു കാലം കഴിയുമ്പോൾ. അതുകൊണ്ട് കോളേജിൻ്റെ ഗുണമല്ല വരുന്നത്, അവനവൻ്റെ ഗുണം തന്നെ. പക്ഷെ നല്ല കോളേജാണെങ്കിൽ യെസ്, നല്ല കൂട്ടുകെട്ടുണ്ടാവും, അതിൻ്റെ ഡിസിപ്ലിൻ ഉണ്ടാവും, അതിൻ്റെ എബിലിറ്റി ഉണ്ടാവും, അതിൻ്റെ ഫാക്കൽറ്റി ഉണ്ടാവും, അതിൻ്റെ ലാബ് ഉണ്ടാവും. അങ്ങനെ കുറേ സംഭവങ്ങൾ കോളേജുകളിൽ നിന്ന് പഠിക്കാൻ പറ്റും. മോനാണോ മൂത്തത്? അതിന്റെ മൂത്താൾ എന്താ ചെയ്യണേ? ബ്രദേഴ്സൊക്കെ അവരെന്താ ചെയ്യണേ? അവരാ പറഞ്ഞത് ഒരാള് PGക്ക് ട്രൈ ചെയ്യുന്നു. ഓക്കെ, മനസ്സിലായി. MTech പല ബ്രാഞ്ചുകളിലും പോവാം. പിന്നെ എബ്രോഡിലാണ് പോകണമെങ്കിൽ അവർ നിങ്ങൾ ഏതാണ് ബേസിക് പഠിച്ചതെന്നൊന്നും ആരും ചോദിക്കൂല. അത് സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ബയോടെക്നോളജി, ബിസ്ക്കറ്റ് ടെക്നോളജി, ഫുഡ് ടെക്നോളജി, ടാക്സ്, എന്ത് പഠിച്ചാലും ഇവർക്കൊക്കെ കമ്പ്യൂട്ടർ സയൻസിലേക്ക് പോവാം. പക്ഷെ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ഒരാൾക്ക് മെക്കാനിക്കലോ സിവിലോ ഒന്നും പോകാൻ പറ്റില്ല എന്നാണ്. അൾട്ടിമേറ്റ്ലി ഹയർ സ്റ്റഡീസ് മിക്കവാറും ആൾക്കാർ ഓപ്റ്റ് ചെയ്യുന്നത് ഡാറ്റാ സയൻസ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ഓഗ്മെന്റഡ് റിയാലിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിസൈൻ തിങ്കിങ്, അങ്ങനെയൊക്കെ. അതിപ്പോൾ എല്ലാവർക്കും പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനെപ്പറ്റി വേവലാതിയൊന്നും വേണ്ട. അപ്പോൾ നാളെ കാണാം. കുറച്ച് പേർക്കൊക്കെ അയച്ചു കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ കയറാം. ഒന്നുമില്ലെങ്കിൽ അറിയാലോ. കുറേ നല്ല ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ, ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള എബിലിറ്റി ഉണ്ടാകുമ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും. ചേരുന്നതോ പഠിക്കുന്നതോ നമ്മുടെ തൊട്ടടുത്ത കോളേജിലായാലും മതി. പക്ഷെ അങ്ങനെ കോളേജിനെ കുറിച്ച് അറിയാൻ പറ്റുന്നതൊക്കെ അറിയണം, അതാ വേണ്ടത്. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും, നമുക്കൊരു ഐഡിയ കിട്ടും. ഏറ്റവും നല്ല തൊട്ടടുത്തുള്ള വീട്ടിനടുത്തുള്ള കോളേജിൽ പഠിക്കൽ തന്നെയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ, നല്ലതാണെങ്കിൽ, ഒരുവിധം നല്ലതാണ്, ഒപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് നല്ലത്. മണ്ണാർക്കാട് വീട്ടിനടുത്ത് അങ്ങനെ ഉണ്ടോ കോളേജ്? ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീകൃഷ്ണപുരം ഉണ്ടോ? ഓക്കെ, യാ, ഇറ്റ്സ് ഓക്കെ. കുഴപ്പമില്ലാത്ത കോളേജാണെന്ന് തോന്നുന്നു. അപ്പൊ ശരി. ഓക്കെ, ഗുഡ്, വണ്ടർഫുൾ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി.